നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ സാൻഡോസിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. ഒഫീഷ്യൽ പ്രഖ്യാപനം ക്ലബിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരിയാണ്, ഒഫീഷ്യൽ എന്ന് ക്ലബ്ബ് അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ പ്രസിഡന്റ് നേരത്തെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നെയ്മർ ജൂനിയർ ഇന്നലെ വളരെ ഇമോഷണലായിട്ടുള്ള, വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് തൻ്റെ തിരിച്ചുവരവ് അദ്ദേഹത്തിൻ്റെ വകയും പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇന്ന് ഒഫീഷ്യലി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളുടെ ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് വീണ്ടും കളിക്കണം. തീർച്ചയായിട്ടും എനിക്ക് തിരികെ വരാൻ ആവശ്യമുള്ള സ്നേഹവും മറ്റുമൊക്കെ നൽകാൻ പറ്റുന്നൊരു ക്ലബ്ബ്, ഇനിയുള്ള വർഷങ്ങളിലേക്കുള്ള ചലഞ്ചുകൾ നേരിടാൻ എന്നെ പ്രിപ്പയർ ആക്കുന്ന രൂപത്തിൽ അതിന് സ്നേഹവും അതുപോലെയുള്ള കരുതലും ഒക്കെ നൽകുന്നൊരു ക്ലബ്ബ് അത് സാൻഡോസാണ്. സാൻഡോസിലേക്ക് ഞാൻ മടങ്ങിയെത്തുകയാണ് എന്നാണ് ആ ഒരു വീഡിയോയിൽ അദ്ദേഹം പ്രധാനമായും പറയുന്നത്. ആ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ചിലതൊക്കെ നമ്മൾ നോക്കിയാണ്. അദ്ദേഹം പറയുന്നു, ലോകത്തെ എല്ലായിടത്തുമുള്ള എൻ്റെ ആരാധകരോട് ഞാൻ നന്ദി പറയുകയാണ്. അവർ എപ്പോഴും എനിക്ക് ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഏതാണ്ട് 12 വർഷക്കാലമായി ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം വിട്ടു പോയിട്ട് ഇന്നലെ മാത്രമാണ് ഇവിടം വിട്ടു പോയത് എന്ന തോന്നലാണ് ഇപ്പോൾ എനിക്കുള്ളത്. എൻ്റെ ഫീലിംഗ് എന്ന് പറയുന്നത്, ഈ ക്ലബിനോടുള്ള ഫീലിംഗ് എന്ന് പറയുന്നത്, ഈ ക്ലബിൻ്റെ ആരാധകരോടുള്ള ഫീലിംഗ് എന്ന് പറയുന്നത് അതൊരിക്കലും ചേഞ്ച് ചെയ്തിട്ടില്ല. സോ ഇവിടെ തീർച്ചയായിട്ടും ഞാൻ വളരെയധികം സന്തോഷവാനായിരിക്കും. ഞാൻ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള നിമിഷങ്ങളാണ് റിയാദിലും ചിലവഴിച്ചിട്ടുള്ളത്. അവിടെ തീർച്ചയായിട്ടും അവരെന്നെ നല്ല രൂപത്തിലാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ സമയത്തിനെതിരെ ഞാൻ പൊരുതുന്ന ഒരു ഫീലിംഗാണ് എനിക്ക്. കാരണം ഇവിടെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ, ഫാമിലിക്ക് കൂടെ വീണ്ടും എത്തുകയാണ്. അവർ തീർച്ചയായിട്ടും വീണ്ടും ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. എനിക്കടുത്ത ദിവസം വരെ കാത്തിരിക്കാൻ വയ്യ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും ഓൾറെഡി അവർക്കറിയാം എൻ്റെ തീരുമാനം എന്താണ് എന്ന്. ഞാൻ സാൻഡോസ് ഫുട്ബോൾ ക്ലബ്ബിൽ സൈൻ ചെയ്യാൻ പോവുകയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റിയാദിൽ നല്ല രൂപത്തിലാണ് സ്വീകരിക്കപ്പെട്ടത്. പക്ഷേ വളരെ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി എനിക്ക് വലിയ രൂപത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി, കളിക്കളത്തിലേക്ക് തിരികെ എത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കി. എല്ലായ്പ്പോഴും ഞാൻ 2034 വേൾഡ് കപ്പിൻ്റെ സപ്പോർട്ടറായി സൗദിക്കൊപ്പം ഉണ്ടാകും. സൗദി അത് അർഹിക്കുന്നുണ്ട്. എല്ലായ്പ്പോഴും അവിടുത്തെ ഡെവലപ്മെൻറ്റ്, ആ വണ്ടർഫുൾ കൺട്രിയുടെ ഡെവലപ്മെൻറ്റ് ഞാൻ ഫോളോ ചെയ്യുകയും ചെയ്യും. സൗദി അറേബ്യ എന്നെ വളരെ മനോഹരമായ രൂപത്തിലാണ് വെൽക്കം ചെയ്തിട്ടുള്ളത്. എന്നെ മാത്രമല്ല, എൻ്റെ ഫാമിലിയെയും എൻ്റെ കുടുംബത്തെയും ഒക്കെ ആ രൂപത്തിലാണ് അവർ വെൽക്കം ചെയ്തിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് ആ ഒരു മെമ്മറീസ് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. ഇനി എനിക്ക് വീണ്ടും കളിക്കളത്തിലേക്ക് മടങ്ങിപ്പോകണം. സാൻഡോസ് ഫുട്ബോൾ ക്ലബ്ബിന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്ന പോലുള്ളൊരു സ്നേഹം ഇനിയുള്ള വർഷങ്ങളിലേക്കുള്ള ചലഞ്ചുകൾ ഏറ്റെടുക്കാൻ എനിക്ക് നൽകാൻ പറ്റുകയുള്ളൂ. നിങ്ങളെല്ലാവരും, നിങ്ങൾ ഏത് ക്ലബിനെ സപ്പോർട്ട് ചെയ്യുന്നതോ എന്നത് പ്രശ്നമല്ല. എനിക്ക് നന്നായിട്ട് മനസ്സിലാവും എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾക്കും എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമാവുന്നുണ്ടാവും. നിങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ അടുത്തൊരു സ്റ്റേജ് ഫോളോ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാ ആരാധകരോടും ഞാൻ നന്ദി പറയുകയാണ് നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിന്. എൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള മൊമെൻറ്റുകളിൽ നിങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടായിട്ടുണ്ട്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്നൊരു കാര്യമാണ്. അതാണ് എന്നെ ഏറെ സന്തോഷവാനാക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വലിയ അഭിമാനമുള്ള കാര്യമായിട്ടൊരു പ്രൈഡായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തായാലും ഓൾറെഡി ഈ വേർഡ്സ് എഴുതപ്പെട്ടതാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. മേ ബി ഇനിയും നമുക്ക് ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് വീണ്ടും ഈ ചരിത്രം എഴുതാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. മേ ഗോഡ് ബ്ലസ് അസ് ആൻഡ് പ്രൊട്ടക്റ്റ് അസ് എന്നുകൂടി നെയ്മർ ജൂനിയർ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ഇത് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊരു ഓർഡറിലല്ല, പക്ഷേ അതിലെ പ്രധാനപ്പെട്ട അന്തസത്തകൾ മാത്രം എടുത്തു പറഞ്ഞതാണ്. അദ്ദേഹം അതിൽ എടുത്തു പറയുന്ന കാര്യം ലോകത്തെല്ലായിടത്തുമുള്ള അദ്ദേഹത്തിൻ്റെ ആരാധകരോടാണ് പറയുന്നത്. നിങ്ങൾ ഏത് ക്ലബിനെ സപ്പോർട്ടോ ചെയ്തോ, പക്ഷേ നിങ്ങളുടെ ആ ഒരു സ്നേഹം
നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് അതെൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത സ്റ്റേജിലും ഉണ്ടാവണം. ഇനി വരുന്ന വർഷങ്ങളിലേക്കുള്ള ചലഞ്ചുകൾ ഏറ്റെടുക്കാൻ എനിക്കൊന്ന് റീചാർജ് ആവണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനു വേണ്ടിയിട്ടാണ് തനിക്ക് ഏറ്റവും അധികം സ്നേഹം ലഭിക്കുന്ന സാൻഡോസിലേക്ക് തന്നെ അതിനുവേണ്ടി പ്രിപ്പയർഡാക്കാൻ കഴിയുന്നൊരു സ്ഥലത്തേക്ക് പോകുന്നത് എന്നുകൂടി പറയുന്നു. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് സൗദി അറേബ്യയോടുള്ള ആ ഒരു ഇഷ്ടം അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. 2034 വേൾഡ് കപ്പ് മികച്ച രൂപത്തിലാകണമെന്നും ആ വേൾഡ് കപ്പിന് അതവർ അർഹിക്കുന്നുണ്ട് എന്നും അവരെ തന്നെ എപ്പോഴും ഫോളോ ചെയ്യുമെന്നും സൗദി തന്നെ നല്ല രൂപത്തിലാണ് സ്വീകരിച്ചതെന്നും തൻ്റെ ഉള്ളിൽ തൻ്റെ ഫാമിലിയുടെ ഉള്ളിൽ എപ്പോഴും ആ മെമ്മറീസ് അവസാനം വരെ റെസ്റ്റ് ഓഫ് മൈ ലൈഫ് ഉണ്ടാകുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നെയ്മർ ഇതാ സാൻഡോസിലേക്ക് മടങ്ങിയെത്തുന്നു. വളരെ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.